ജൈവവൈവിധ്യം കൊണ്ടും ഐതിഹ്യപ്പെരുമ കൊണ്ടും സമ്പന്നമാണ് ചെറുവത്തൂർ ചീർമക്കാവ്. ശ്രീകുറുമ്പയും മയിൽച്ചേരി ഭഗവതിയും ഉപദേവതകളും കുടിയിരിക്കുന്ന ദേവസ്ഥാനം. കാവിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ആയിരത്തി 800 വർഷങ്ങളുടെ ചരിത്രം പറയാനുണ്ട് ചെറുവത്തൂർ കോവിലിലെ ഈ ഭഗവതി കാവിന്. വീരമലക്കുന്നിന്റെ താഴ്വരയിലെ ഋഷിമാരുടെ തപോവനമാണ് പിൽക്കാലത്ത് കാവായി മാറിയത്. കാവിലെ ദേവീ ചൈതന്യം തിരിച്ചറിഞ്ഞതും ആരാധനയ്ക്ക് തുടക്കം കുറിച്ചതും ചിറക്കൽ രാജാവായിരുന്നുവത്രേ. രാജാവ് നാട്ടുകൂട്ടായ്മയെ ഏൽപ്പിച്ച ക്ഷേത്രം പിന്നീട് പരിപാലിക്കുവാനുള്ള അവകാശം വിശ്വകർമ്മ സമുദായത്തിന് വന്നുചേർന്നു. ഇവിടെ ശ്രീ മയിൽച്ചേരി ഭഗവതി ജനശ്രദ്ധ ആകർഷിക്കപ്പെട്ടത് ചിറക്കൽ മഹാരാജൻ അദ്ദേഹത്തിൻ്റെ ഭൂമി സംബന്ധമായ വ്യവഹാരത്തിന് വടക്ക് മൈസൂർ രാജാവുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് വേണ്ടി യാത്രാമധ്യേ യാദൃശ്ചികമായി ഈ സ്ഥലത്തെത്തിപ്പെടുകയും ദേവിയുടെ നിയോഗം മൂലം അവർക്ക് യാത്ര തുടരാൻ കഴിയാതെ വരികയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതായത് ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ വടക്ക് മൈസൂർ രാജാവുമായിട്ടുള്ള സംഭാഷണത്തിന് ഇയാൾ യാത്ര പുറപ്പെട്ടത്, ആ കാര്യം വ്യവഹാരത്തിൽ ഏറ്റവും അനുകൂലമായി ചിറക്കൽ രാജവംശത്തിലേക്ക് അനുകൂലമായി വന്ന് കണ്ടാൽ ഈ എന്നെ പരീക്ഷിച്ച ഈ ദേവി ഏതാണോ ആ ദേവിക്ക് ആവശ്യമായ ഇരിപ്പിടവും ക്ഷേത്രവും സ്ഥലവും അതിനാവശ്യമായിട്ടുള്ള ധനധാന്യാദികൾ നൽകിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകൂട്ടത്തിന് ഞാൻ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഇപ്പോഴും അതിൻ്റെ സൂചന കൊടുക്കുന്ന തരത്തിൽ തന്നെ അവിടെ ഒരു ആമ്പൽക്കുളമുണ്ട്. ആ ആമ്പൽക്കുളത്തിൻ്റെ മുകളിലേക്ക് ഇന്നിപ്പോൾ NH റോഡ് വന്നപ്പോൾ ഈ കുന്നിൻ്റെ ഈ ഗഹ്വരം, അതായത് ശുദ്ധജലപ്രവാഹം ഉള്ള കുന്നിൻ്റെ ഇടയിൽ കൂടിയുള്ള വെള്ളം വരുന്ന ഭാഗം അതിവർ കട്ട് ചെയ്യുമ്പോൾ ആകെ നിരങ്ങിയിട്ടാണുള്ളത്. ആ സ്ഥലം കംപ്ലീറ്റ് റോഡിലേക്ക് വന്നിട്ടാണുള്ളത്. ഇപ്പോഴും ഈ വെള്ളത്തിൻ്റെ ഈ മഴയുടെ സമയത്ത് അതിൽ വെള്ളം പ്രവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് അതിൻ്റെ അടിയിലേക്കൂടെയൊക്കെ മാറിയിട്ടുണ്ട്. വീരമല ചുരത്തി നൽകുന്ന തെളിനീരുറവ കാവിനെ തഴുകിയാണ് കടന്നുപോകുന്നത്. അടഞ്ഞുകിടക്കുന്ന ഇവിടുത്തെ ഗുഹാമുഖത്തിനും ഐതിഹ്യങ്ങൾ ഏറെയുണ്ട്. ഇവിടുത്തെ കുളത്തിൽ മരണപ്പെട്ട സ്ത്രീയും മകളും ഗുഹയിലൂടെ ഒഴുകിയെത്തിയത് മറുതലക്കലിലെ മയ്യിച്ച പ്രദേശത്തെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ അകത്തുള്ളത് 5 ക്ഷേത്ര ദേവാലയങ്ങളാണുള്ളത്. 5 ദേവാലയത്തിൽ ശ്രീ കൂർമ്പ ഭഗവതിൻ്റെ ശ്രീ മയിൽച്ചേരി ഭഗവതി ക്ഷേത്രത്തിനൊന്നും, പിന്നെ മറ്റേ പടാൾകുളങ്ങര ഭഗവതി ക്ഷേത്രം, അങ്ങനെ 5 ക്ഷേത്രം കുടികൊള്ളുന്ന സ്ഥലമാണ് ചീർമക്കാവ്. ഇതിൻ്റെ സമ്പൂർണ്ണ നവീകരണത്തിലേക്കാണ് ഈ ക്ഷേത്രം അടുത്ത് ഒരു 5-6 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 5 വർഷമായി നമ്മളിത് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെമ്പടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പണിയിട്ട് പുതിയ പണിയിലായിട്ട് എല്ലാം കൊണ്ട് പുതിയൊരു യുഗത്തിലേക്കാണ് ഈ ക്ഷേത്രം തന്നെ പോകുന്നതാണ്. വള്ളിപ്പടർപ്പുകളും നീരുറവകളും നിറഞ്ഞ കാവിന്റെ തനത് സൗന്ദര്യം നഷ്ടപ്പെടുത്താതെയുള്ള നവീകരണമാണ് ഇവിടെ നടന്നുവരുന്നത്. 6 മാസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കി കലശാട്ടം നടത്താനാണ് ഭാരവാഹികളുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.